പറയുകയാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? ജീവിതത്തിൽ പ്രയാസങ്ങളുമായി തകർന്ന് തരിപ്പണമായിരിക്കുന്ന മുസ്ലിമിനോട് കടങ്ങളുണ്ടായിട്ട്, മക്കളില്ലാഞ്ഞിട്ട്, നഷ്ടങ്ങൾ വന്നിട്ട്, രോഗങ്ങൾ പിടിച്ചിട്ട്, ഒരുപാട് വേദനകളും സഹിച്ചുകൊണ്ട് മനസ്സ് തകർന്നു നിൽക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല. നീ മനസ്സിലാക്കേണ്ടതെന്തെന്നറിയോ? അല്ലാഹുവിന് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹുവിന് നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. നിനക്ക് രോഗം തരുന്നത്, നിനക്ക് കടം തന്നത്, നിനക്ക് വീട് തരാത്തത്, നിനക്ക് മക്കളെ തരാത്തത്, നിന്റെ കച്ചവടം നേരെയാകാത്തത് അല്ലാഹുവിന് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല. ഒരിക്കലും നിങ്ങൾ പറയല്ലേ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ 12 വർഷമായി മക്കളില്ല. അവന്റെ മുഖത്ത് നിരാശയാണ്, അവന്റെ മുഖത്ത് നിരാശയാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാര് പറയുകയാ, നിരാശ വേണ്ട, നിരാശ വേണ്ട, നിരാശ ശിർക്കാണെന്ന് മഹാരഥന്മാര് പറയുകയാ. ഒരിക്കലും നിങ്ങൾ നിരാശ വെക്കരുത്. പിന്നെ എന്തിനാ അല്ലാഹ് നിന്നെ വേദനിപ്പിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ. അല്ലാഹു ചോദിക്കുകയാണ്, അല്ലാഹു ചോദിക്കുകയാ, സ്വർഗത്തിലേക്ക് വെറുതെ കടന്നു പോകാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാ. അല്ലാഹു ചോദിക്കുകയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലവു മിൻ ഖബലികും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്നു ചോദിക്കുകയാ, വെറുതെ സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ കരുതിയോ? ഇല്ല ഉപ്പമാര്, ഇല്ല ചെറുപ്പക്കാരാ, ഇല്ല പെങ്ങള്, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെറുതെ കടന്നു പോകാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് അല്ലാഹു നിനക്ക് കടം തരുന്നത്, നിനക്ക് വീട് തരാത്തത്, നിനക്ക് ക്യാൻസർ തന്നത്, നിനക്ക് ട്യൂമർ തന്നത്, നിന്റെ ശരീരം തളർത്തിയത്? നീ ചോദിക്കും, ഉസ്താദേ, ഉള്ളാളത്ത് കൂടെ കഞ്ചാവടിച്ച് നടക്കുന്നവനൊരു കുഴപ്പവുമില്ലല്ലോ, പള്ളിയുടെ മുന്നിലൂടെ നിസ്കരിക്കാതെ നടക്കുന്നവനൊന്നുമില്ലല്ലോ, അല്ലാഹു അവനെ പന പോലെ വളർത്തുന്നല്ലോ, എന്തുകൊണ്ടാ എന്റെ ദുആ സ്വീകരിക്കാത്തത്? അല്ലാഹു ഇത്ര വേദനിപ്പിക്കുന്നത് എന്തിനാണ്? ഞാൻ പറഞ്ഞു തരട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു നിന്നെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? നിന്റെ ഈമാൻ അളക്കാനാ, നിന്റെ വിശ്വാസം അളക്കാനാ, അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാ സഹോദരാ. അല്ലാഹുവിനെ നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ പടച്ചവൻ നിനക്കൊരുപാട് കണ്ണുനീര് തരുന്നത്, ഒരുപാട് രോഗം തരുന്നത്, ഒരുപാട് ദുഃഖം തരുന്നത്, നിനക്ക് വീട് തരാത്തത്, നിന്റെ മക്കളെ വേദനിപ്പിക്കുന്നത്. ഇതല്ല നിന്റെ ഈമാൻ അളന്ന് നോക്കുന്നതാണ്. ഇതൊക്കെ വെറുതെ വരുന്നതല്ലല്ലോ. അല്ലാഹുവേ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് കള്ളന്മാരെയല്ല, കള്ളുകുടിയന്മാരെയല്ല, വ്യഭിചരിച്ച് നടന്നവനെയല്ല, പലിശ തിന്നവരെയല്ല, അഹങ്കാരികളെയല്ല, പടച്ചവനെ കാഫിരീങ്ങളെയല്ല. അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയോ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്. ഈ പ്രവാചകന്മാരെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാരെന്നറിയോ? ആദം നബിയല്ല, നൂഹ് നബിയല്ല, ഇബ്രാഹിം നബിയല്ല, മൂസാ നബിയല്ല, ദാവൂദ് നബിയല്ല, യാക്കൂബ് നബിയല്ല, യൂസുഫ് നബിയല്ല, യൂനുസ് നബിയല്ല, സുലൈമാൻ നബിയല്ല, അയ്യൂബ് നബിയല്ല, യാക്കൂബ് നബിയല്ല, യഹ്യാ നബിയല്ല. മടച്ചവനെ, ഈ ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിപ്പിച്ചത്, ഈ ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്, അല്ലാതെ നമ്മളെയല്ല. എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കുക. നമ്മൾ പറയും ഉസ്താദെ ഞാൻ പള്ളിക്ക് കൊടുക്കും, മദ്രസയ്ക്ക് കൊടുക്കും, ഞാൻ നിസ്കരിക്കും, ഖുർആൻ